പ്രവചനാതീതമാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം. ശക്തമായ ത്രികോണ മത്സരമാണ് ഇക്കുറി നടന്നത്. ഇപ്പോൾ കണക്കുകൾ അത് മുന്നണികൾക്ക് ഒരുപോലെ നെഞ്ചെടുപ്പ് നൽകുന്നതാണ്. LDF UDF ക്യാമ്പിലെ അവസാനവട്ട പ്രതീക്ഷകൾ നമ്മൾ ഇതിനോടകം തന്നെ അത് പരിശോധിച്ചു കഴിഞ്ഞു. ഇനി പോകുന്നത് NDA ക്യാമ്പിലേക്ക്. പ്രജൻ സി കണ്ണൻ തത്സമയ വിവരങ്ങളുമായി. പ്രജൻ, BJPക്ക് ശക്തമായ ബേസുള്ള പാലക്കാട് കഴിഞ്ഞ തവണ E ശ്രീധരൻ കാഴ്ചവെച്ചതുപോലെ ശക്തമായ ഒരു മത്സരം, അതും കടന്ന് ഒരു വിജയപ്രതീക്ഷ ഈ ഘട്ടത്തിൽ NDA പങ്കുവയ്ക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നഗരസഭയിലേക്ക് പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ എന്താണ് NDA ക്യാമ്പ് നൽകുന്ന സൂചന? അനുജ, പാലക്കാടിന്റെ നെഞ്ചിടിപ്പ് ഏറിയേറി വരുന്ന മണിക്കൂറുകൾ കടന്നുപോവുകയാണ്. ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് വോട്ടിനെ തുടങ്ങാൻ ബാക്കിയുള്ളത്. ആ സമയത്തും NDA ക്യാമ്പിൽ BJPയിൽ കൃത്യമായ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു പ്രവർത്തകരും സ്ഥാനാർത്ഥിയും നേതാക്കളും എല്ലാം തന്നെ. ഇത്തവണ കേരള നിയമസഭയിലേക്ക് ഒരു അംഗം പാലക്കാട് നിന്നുണ്ടാകും. അതിന്റെ അയാളുടെ പേര് C കൃഷ്ണകുമാർ എന്നായിരിക്കുമെന്ന് ഒന്നടങ്കം NDA ക്യാമ്പ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു എന്ന് അക്കമിട്ട് നിരത്തുന്നുണ്ട് ഇത്തവണത്തെ കണക്കുകൂട്ടലിലൂടെ ഈ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം തന്നെ. കൃത്യമായി പറയുന്നു, ഇത്തവണ 2021 അപേക്ഷിച്ച് 3% പോളിംഗ് ശതമാനത്തിന്റെ കുറവുണ്ട്. പക്ഷേ ആ കുറവ് LDFനെയും UDFനെയും ഒരുപോലെ അങ്കലാപ്പിലാക്കുന്നുണ്ടെങ്കിൽ NDAക്ക് അത്തരം പ്രശ്നങ്ങളില്ല, വലിയ ആത്മവിശ്വാസമുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ അനുജ പറഞ്ഞതുപോലെ നഗരസഭാ പരിധി അത് BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ ഇത്തവണ 5% പോളിംഗ് ശതമാനത്തിന്റെ കൂടുതലുണ്ട് 2021 അപേക്ഷിച്ച്. ആ 71% വോട്ടുകളും പരമാവധി BJPക്ക് ലഭിക്കുമെന്ന് ഉറച്ചു കഴിഞ്ഞു BJP ക്യാമ്പും NDA ക്യാമ്പും. അതോടൊപ്പം തന്നെ മറ്റു പഞ്ചായത്തുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിരായി കോൺഗ്രസിന്റെ ശക്തിദുർഗമാണ്. പക്ഷേ അവിടെ ഇത്തവണ പോളിംഗ് ശതമാനം താഴേക്ക് പോയി. അത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന് BJP ക്യാമ്പ് വിശ്വസിക്കുന്നുണ്ട്. മാത്തൂരിലും കണ്ണാടിയിലും ഒക്കെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് കൃത്യമായ രീതിയിൽ റിഫ്ലക്ട് ചെയ്യും ഇത്തവണത്തെ വോട്ടെടുപ്പിൽ എന്ന് ഇതിനോടകം വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് NDA ക്യാമ്പ്. അതുകൊണ്ട് ഇത്തവണ കൃത്യമായ ഭൂരിപക്ഷം, ഏതാണ്ട് ഒരു 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തങ്ങൾ വിജയിച്ചു കയറുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങൾ, ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം തങ്ങൾക്ക് അനുകൂലമായി വരും. സ്ഥാനാർത്ഥിക്കെതിരെയുള്ള വികാരം അത് BJPയിലേക്ക് വോട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയാണ് ഇത്തവണത്തെ വിജയം അത് NDAക്കാണ് എന്ന് ഈ ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നത്. മാത്രമല്ല CPM-നകത്താകട്ടെ പുറത്തുനിന്ന് വന്ന കോൺഗ്രസിൽ നിന്നും വിട്ടുവന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് ആ വോട്ടുകളും സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ആ വോട്ടുകൾ NDAയിലേക്ക് BJPയിലേക്ക് വരുമെന്ന് NDA പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ അത് BJPയുടേതാണ്. നാളെ ഇവിടെ ഒരു വിജയക്കൊടി അതാണ് അവരുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് തങ്ങൾക്ക് ഗുണം ചെയ്യും, അതൊരു ഐക്യം നൽകിയിട്ടുണ്ട് തങ്ങളുടെ ക്യാമ്പിൽ എന്നൊക്കെ അവിടെ നിന്ന് വിലയിരുത്തലുകൾ വരികയും ചെയ്യുന്നുണ്ട്. അതാണ് പാലക്കാട്ട് നിന്ന് 3 ക്യാമ്പുകളും വലിയ പ്രതീക്ഷയിലാണ്. LDFും വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി ഒരു കണക്ക് പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് നില മെച്ചപ്പെടുത്തി 2ാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഇനി നമ്മൾ